ഇത് എപ്പോൾ ആവശ്യപ്പെടുമ്പോഴും ഇതൊന്നും ഞങ്ങൾക്കറിയില്ല എന്ന രീതിയിലാണ് പ്രസിഡന്റ് ഒക്കെ സൂചിപ്പിക്കാറുള്ളത്. ഞങ്ങളെല്ലാവരും കേട്ടതാണ്. അതുകൊണ്ട് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ ചില ഫോട്ടോസ് പരിപാടികൾ എടുക്കുക, അത് റീൽസ് ആക്കിയിടുക എന്നല്ലാതെ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം മനസ്സിലാക്കി ചെയ്യുന്ന എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു ബോർഡല്ല ഈ ബോർഡ് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ഇലക്ഷൻ വരുന്ന സമയമായതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടണമല്ലോ, അതിനുള്ള ഒരു ഇതാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ബോർഡ് മീറ്റിംഗിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. പ്രതിപക്ഷ വാർഡുകളെ ഭരണപക്ഷം തഴയുകയാണെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് KT നാരായണൻ രംഗത്തെത്തിയപ്പോൾ പ്രതിപക്ഷത്തിൻ്റേത് വെറും തിരഞ്ഞെടുപ്പ് പ്രചാരണമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ ടീച്ചറും മറുപടി നൽകി. അങ്ങാടിപ്പുറം പഞ്ചായത്തില് എത്ര സമരങ്ങൾ നമ്മൾ നടത്തിയത്? ഇവരൊക്കെ വാർഡിക്ക് ഫണ്ട് വെച്ചിട്ട് സമയബന്ധിതമായി നടപ്പിലാക്കാൻ വേണ്ടി സമരം നടത്തിയത്. ഇവരുടെ സമയത്ത് എവിടെയിരുന്നു? ഓവർസീർമാരില്ലാത്ത സമയത്ത് ഇവിടെ എവിടെയിരുന്നു? സംസ്ഥാന ഭരണല്ലേ താൽക്കാലികമായിട്ട് അവിടുന്ന് ആളെ പെറുക്കിയിട്ട് അങ്ങാടി പഞ്ചായത്ത് ജനങ്ങളെ വിചാരിച്ചിട്ടാണ് അത് റിസ്ക് എടുത്ത് ചെയ്തത്. ഇവിടുന്ന് കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് കൊടുക്കുന്ന അവസ്ഥ വന്നിട്ട്. കാരണം എന്താ അറിയോ? ഉദ്യോഗസ്ഥന്മാരില്ല ഇവിടെ. അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരില്ലാത്ത വിഷയം കൊണ്ട് കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് നമ്മൾ എന്തിനാ ജനങ്ങളെ ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ വർഷം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ വാർഡിൽ വർക്ക് വന്നില്ല. കാരണം നിങ്ങൾ ചില വാർഡുകൾ മാത്രം കേന്ദ്രീകരിച്ചു. ഒരു ക്രമമില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഇതാണ്, ഈ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും മെമ്പർമാർ തെരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെയാണ്. അത് നിങ്ങൾ വിവേചനം കാട്ടി നിങ്ങൾ പറയുന്നത് കേട്ടിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. വിവേചനം ഉണ്ട്. എന്തുകൊണ്ടാണ് ആ വർക്കുകൾ അങ്ങനെ വരുന്നത്? TS കിട്ടണമെങ്കിൽ ഞാൻ പറയട്ടെ, TS കിട്ടണമെങ്കിൽ വേണ്ട. എല്ലാ വാർഡിലും ഓരോ മുറിക്കും. 11ാം വാർഡിൽ 2 11ാം വാർഡിൽ ഈ ലിസ്റ്റിൽ 2 2 വർക്ക് 11ാം വാർഡിലുണ്ട്. എല്ലാ വാർഡിലും ഓരോ മുറിക്കും. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് ചേർന്ന ബോർഡ് യോഗത്തിലാണ് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങളെ ചൊല്ലി വാഗ്വാദമുണ്ടായത്. ടെൻഡർ അംഗീകരിക്കുന്നതിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായത്. UDF അനുകൂല വാർഡുകളിൽ മാത്രമാണ് വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകുന്നതെന്നും പ്രതിപക്ഷ വാർഡുകളെ തഴയുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. കഴിഞ്ഞ വർഷം പൂർത്തിയാക്കേണ്ട 264 പദ്ധതികൾ പഞ്ചായത്തിൽ പൂർത്തീകരിച്ചിട്ടില്ല. ഇത്രയും പദ്ധതികൾക്ക് മുൻഗണന നൽകി വേഗത്തിൽ ചെയ്തു തീർക്കേണ്ട പദ്ധതികൾ പൂർത്തിയാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് KT നാരായണൻ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷത്തിന്റെ ആവശ്യപ്രകാരം അസിസ്റ്റന്റ് എഞ്ചിനീയറും ബോർഡ് മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. അതിനാൽ തന്നെ എല്ലാ വാർഡുകളിലും തുല്യമായ രീതിയിൽ ടെൻഡർ അനുവദിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന വലിയ ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങള് ഇപ്പൊ ഇന്ന് ബോർഡില് അജണ്ട വന്നത് ടെൻഡർ അംഗീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ടെൻഡർ അംഗീകരിക്കുന്നതിൽ വന്നിട്ടുള്ള ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണുന്ന പ്രധാനപ്പെട്ട വർക്കുകളെല്ലാം തന്നെ UDFന് അനുകൂലമായ വാർഡുകളാണ് ഭൂരിഭാഗവും. അതോടൊപ്പം തന്നെ വലിയ വർക്കുകൾ ഈ വർഷം സാങ്കേതിക വെച്ച വർക്ക് 2025-26 വർക്കുകൾ പോലും അതിൽ കയറി വരുന്നു. അതേ അവസരത്തിൽ കഴിഞ്ഞ വർഷം 264 പദ്ധതികൾ നടക്കാത്ത പഞ്ചായത്താണ് ഈ പഞ്ചായത്ത്. ആ 264 പ്രവൃത്തികളിൽ അതിന് മുൻഗണന കൊടുത്ത് എല്ലാ വാർഡിലെയും പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തികൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കി TS വാങ്ങി ടെൻഡർ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇത് എപ്പോൾ ആവശ്യപ്പെടുമ്പോഴും ഇതൊന്നും ഞങ്ങൾക്കറിയില്ല എന്ന രീതിയിലാണ് പ്രസിഡന്റ് ഒക്കെ സൂചിപ്പിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ യോഗത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ യോഗത്തിൽ നിർബന്ധമായി പങ്കെടുക്കണമെന്നും അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വിശദീകരണം ഞങ്ങൾ ആവശ്യപ്പെട്ടതും ആ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഈ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിൽ നിന്നും ആദ്യം ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് സാങ്കേതിക അനുമതി വാങ്ങി ടെൻഡർ ചെയ്ത് മറ്റു കാര്യങ്ങളിലേക്ക് പോകാമെന്ന് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്നത്തെ യോഗത്തിനോട് സഹകരിക്കാൻ തീരുമാനിച്ചത്. എല്ലാ വാർഡുകളെയും ഒരുപോലെ കാണാൻ ഭരണപക്ഷത്തിനാകുന്നില്ലെന്നും ഭരണസമിതിയുടെ അശ്രദ്ധയാണ് സർക്കാർ പഞ്ചായത്തിനായി അനുവദിച്ച 7 കോടി രൂപ ലാപ്സാക്കിയതിന് പുറകിലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഞങ്ങളെല്ലാവരും കേട്ടതാണ്. അതുകൊണ്ട് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടക്കുന്നത്
യഥാർത്ഥത്തിൽ ചില ഫോട്ടോസ് പരിപാടികൾ എടുക്കുക, അത് റീൽസ് ആക്കിയിടുക എന്നല്ലാതെ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം മനസ്സിലാക്കി ചെയ്യുന്ന, എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു ബോർഡല്ല ഈ ബോർഡ് എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷത്തെ ഫണ്ട് നഷ്ടപ്പെട്ടതും ഇപ്പോൾ നമ്മൾ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും. ഇതിന് അറുതി വരുത്താൻ വേണ്ടി ഞങ്ങൾ ഇതിനകത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇത് തെരഞ്ഞെടുപ്പാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് തികച്ചും വസ്തുതാവിരുദ്ധമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പും ഇതിന് ആവശ്യമായ സമയങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾ ഇക്കാര്യങ്ങൾ ഉയർത്തി കാണിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷം എന്ന നിലയിൽ ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിക്കാറുള്ളത്. UDF-ൻ്റെ കാലത്ത് അവർ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ചെയ്തതുപോലെയുള്ള ആഭാസകരമായ സമരങ്ങളോ ഒന്നും തന്നെ ഞങ്ങൾ നടത്താറില്ല. ക്രിയാത്മകമായ കാര്യങ്ങൾക്ക് വേണ്ടി അതിനുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വലിയൊരു ഉറപ്പാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇത്രയും കാലം കിട്ടാതിരുന്ന ഒരു ഉറപ്പാണ് ഇന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഈ യോഗത്തിൽ വന്ന് ഞങ്ങൾ തന്നിട്ടുള്ളത്. എല്ലാ മെമ്പർമാരും അത് എല്ലാവരും ഇന്ന് അത് എഴുതി കൊടുക്കും. അടുത്ത 2 ദിവസത്തിനുള്ളിൽ എല്ലാ വാർഡിലെയും വർക്കുകൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അത് പുതിയ ടെൻഡർ വരും എന്നുള്ളതാണ് ഇന്നത്തെ ബോർഡിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനം. 20-ാം വാർഡിൽ എല്ലാ വാർഡിലെയും വികസനങ്ങളെ ഞങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ 20-ാം വാർഡിലെ മെമ്പർ നിങ്ങൾക്കറിയാം, ഈ അടുത്ത കാലത്ത് CPM-ൽ നിന്ന് ഞാൻ മാറി നിൽക്കുകയാണ്, എനിക്ക് മറ്റു ചില കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളത് കൊണ്ട് അത്തരത്തിലൊരു പരാമർശം അവർ നടത്തിയത് കൊണ്ട് ആ വാർഡിൻ്റെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതല്ലാതെ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനില്ല. അതിപ്പോൾ 20-ാം വാർഡായാലും ഇനിയിപ്പോൾ ഭരണപക്ഷ പ്രതിപക്ഷ വാർഡുകളായാലും ഞങ്ങളും ആവശ്യപ്പെടുന്നതാണ് എല്ലാ വാർഡുകളെയും ഒരുപോലെ കാണണം. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ ടീച്ചറും രംഗത്തെത്തി. പ്രതിപക്ഷത്തിന്റേത് വെറും തിരഞ്ഞെടുപ്പ് നാടകമാണെന്നും പഞ്ചായത്തിൽ വരുന്ന 23 വാർഡുകളെയും ഒരുപോലെ കാണുന്ന ഒരു ഭരണസമിതിയാണിതെന്നും അവർ മറുപടി നൽകി. ഭരണസമിതിക്ക് ഞങ്ങൾ രേഖാമൂലാണ് പറയുന്നത്. ഞങ്ങൾ ഇവിടെ 23 വാർഡും ഈ ഇത്ര വർഷം 5 വർഷം ആവാനായല്ലോ, ഇതുവരെ 23 വാർഡും TS ഏതാണോ കിട്ടുന്നത് അത് വേഗം ടെൻഡർ എടുത്ത് എളുപ്പം പണി നടക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. അവിടെ ഞങ്ങൾ ഒന്നും നോക്കാറില്ല. ഒരു വാർഡ് ഏതാണ് പ്രതിപക്ഷ വാർഡ് എന്ന് പറഞ്ഞൊന്നും എൻ്റെ മനസ്സിലില്ല. അങ്ങനെ നോക്കിക്കൊണ്ട് ഇപ്പം ഇന്നെടുത്തതിൽ 6 വർക്കുകളിൽ 4 വർക്കും പിന്നെ 2 വർക്കോ അത് അങ്ങനെ 2 വർക്കോ പിന്നെ പ്രതിപക്ഷ വാർഡ് എന്ന് പറയുകയാണെങ്കിൽ അവരത് 4 വർക്ക് നമ്മളെ UDF-ൻ്റെ വാർഡുകളും ആയിപ്പോയി. അത് അങ്ങനെ എന്നാലും നമ്മൾ കൂട്ടാതിരുന്നിട്ടില്ലല്ലോ. കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങൾ എൻ്റെ വാർഡിൻ്റെ ഞാൻ പറയാം, എൻ്റെ 5-ാം വാർഡിലെ ഒരു വർക്ക് എന്ന് പറഞ്ഞ മാതിരി ഒന്നും കിട്ടിയിട്ടില്ല. അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ 5 വർഷം ഞങ്ങൾ നല്ല രീതിയിൽ അങ്ങാടിപ്പുറം പഞ്ചായത്ത് എന്ന നിലക്കുള്ള ഒരു വർക്കുകളെ എല്ലാ കാര്യത്തിലും എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതുവരെ ഒരു സമരം പോലും ചെയ്യാൻ അവർക്ക് ഒരു പഴുതുപോലും കിട്ടാതിരുന്നിട്ട് ഇപ്പോൾ ഈ ഇലക്ഷൻ വരുന്ന സമയമായതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടണമല്ലോ, അതിനുള്ള ഒരു ഇതാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. വേറെ ഒന്നുമല്ല. ഉദ്യോഗസ്ഥരില്ലാത്തൊരു കുഴപ്പമാണ് നമുക്ക് ഈ ഓവർസിയർമാരും. ഇപ്പോഴും നമുക്ക് ഓവർസിയർ ഇല്ല. അങ്ങനെയുള്ളൊരു സമയത്ത് ഞാൻ ഇവരോട് ഒന്നിച്ച് ബോർഡിൽ ചോദിച്ചു, നമുക്ക് ഓവർസിയറെ കെട്ടാൻ നമുക്ക് തിരുവനന്തപുരത്ത് ഓഫീസിൽ പോകില്ലേ ചോദിച്ചപ്പോൾ ബോർഡിൽ പറഞ്ഞു ഞങ്ങൾ പോരാ, നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി പോകാം. ആ സമയം വന്നപ്പോൾ ആരും പോകുന്നില്ല, ഞങ്ങൾ ഒറ്റക്ക് പോകേണ്ടി വന്നു. ഞങ്ങൾക്ക് പോയാൽ കിട്ടൂല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. എന്താ വെച്ചാൽ ഞാൻ കുറേ പ്രാവശ്യം പോയതാണ്. പോയിട്ട് ഇപ്പം കിട്ടും എന്ന് പറയാന്നല്ലാതെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഉദ്യോഗസ്ഥർ വരൂല. അങ്ങനെയുള്ളൊരു ആവശ്യമാണ്. അത് രാഷ്ട്രീയം തന്നെയാണ്. ഞാൻ ഇതുവരെ രാഷ്ട്രീയം അറിഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതും അറിഞ്ഞതും ഒരാളെ. ഇപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. ഇവിടെയൊക്കെ രാഷ്ട്രീയം ഉണ്ട്, കളിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരെ ഞങ്ങൾ ഓവർസിയർ തരാത്തത് അതന്നെയാണ്. ആ ഒരു പ്രയാസം ഞങ്ങൾ ഈ 5 വർഷക്കാലം അനുഭവിച്ചിട്ടുണ്ട്. അത് അവരെ മെമ്പറല്ല എന്ന് അവർ പറയണത് എന്താണെന്ന് എനിക്കറിയില്ല. CPM പിന്നെ പാനലിൽ തന്നെ നിന്ന് മത്സരിച്ച ഒരു വ്യക്തി തന്നെ ആയിരുന്നു. ഇപ്പോൾ അവിടുന്ന് CPM പോന്നു എന്ന് പറഞ്ഞു, പക്ഷെ ഞങ്ങളെ കൂടെ ഇല്ല. അപ്പം ഞാൻ കണക്കാക്കണ ഇപ്പോഴും അത് CPM വാർഡ് തന്നെയാണ്. അവർ ജയിപ്പിച്ചതല്ലേ, അപ്പോൾ ആ വാർഡ് തന്നെയാണ്. അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അത് എന്താണെന്നുള്ളത് എനിക്ക് അതിനെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. വാർഡുകളുടെ ഭരണം ആരുടെ കൈകളിലായാലും ഭരണ പ്രതിപക്ഷാംഗങ്ങളുടെ ഇടയിൽ വരുന്ന പ്രശ്നങ്ങൾ ബാധിക്കുന്നത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ മാത്രമാണ്. ചാനൽ 10 പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.